നമസ്കാരം. ഫണ്ടെടുത്ത് ചില പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനൂപ് മാത്യു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അദാനിയുടെ അഴിമതിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. US ചാർജ് ചെയ്തിട്ടുള്ള ചാർജ് ഷീറ്റിനെ കുറിച്ചൊക്കെ. അപ്പം അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഴിമതി മുക്തമായിട്ടുള്ളൊരു ലോകം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ്. കാരണം അഴിമതി ഇല്ലാതെ ഒരു സ്ഥലങ്ങളിലും ഒന്നും നടക്കുന്നില്ല. അഴിമതിയുടെ വ്യാപ്തി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വോള്യം എന്ന് പറയുന്നതോ അത് മൊത്തമുള്ള ആ ഒരു ഡീലിന്റെ സൈസിനെ ആശ്രയിച്ചിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അഴിമതി എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പം ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണെന്ന രീതിയിൽ ആണ് ഞാൻ അദാനിന്റെ ഈ ഒരു ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷെ കുറെ പേര് അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറെ പേര് തമ്പനയിൽ മാത്രം കണ്ടിട്ട് നമ്മുടെ പല വീഡിയോസിന്റെ തമ്പനയിൽ കണ്ടിട്ട് റെക്കമെൻഡേഷൻ ആണെന്ന് കരുതുന്നത് പോലെ ആ ഒരു രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് കുറെ പേര് കമന്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, താങ്കൾ അഴിമതിയെ ന്യായീകരിക്കുകയാണ്, ഓൾ ഇന്ത്യ അഴിമതി കറപ്ഷൻ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് ഇനി അടുത്തത് നിങ്ങൾ രൂപാന്തരപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ കണ്ടു. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുകയാണെങ്കിലും ശരി, യൂട്യൂബ് വീഡിയോകൾ കാണുകയാണെങ്കിൽ ശരി, നമ്മളത് ഒരു 4/1 പകുതിയോ കണ്ടിട്ട് നമ്മൾ ബാക്കിയുള്ളത് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള വലിയവർക്കും ചെറിയവർക്കും ഉള്ളത്, ഇതിൻ്റെ അടുത്ത് ഡിജിറ്റൽ യൂസേജ് എന്ന് പറയുന്നത്, സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സ്പാൻ ഓഫ് അറ്റൻഷന്റെ ഭയങ്കര കുറവെന്ന് പറയുന്നത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഒരു ഇൻപേഷ്യൻസ്. ഇത് നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ മൊത്തം സ്പെൻഡ് ചെയ്യുന്ന സ്ക്രീൻ ടൈം എത്രയുണ്ട്? അതേപോലെ തന്നെ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ പുസ്തകമോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ന്യൂസോ വായിക്കുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വായിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് അതിനെക്കുറിച്ച് അപഗ്രഥിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം ചെലവഴിക്കാറുണ്ടോ? അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യാറ്? സ്കിം ചെയ്തു പോകും. കാരണം നമ്മുടെ ഒരു അക്ഷമയുടെ ഒരു എലമെന്റ് അവിടെ നിലനിൽക്കുന്നു. അപ്പം പല വീഡിയോകളും കാണുമ്പോൾ, ഞാൻ പലരുടെയും കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. ആ ഒരു വീഡിയോയുടെ 4/1 പകുതിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി അതിനെക്കുറിച്ച് വരാൻ പോകുന്നതെല്ലാം കൺക്ലൂഡ് ചെയ്യുകയാണ്. കുറെ വീഡിയോകളൊക്കെ നമ്മൾ പല സ്റ്റോക്കുകളും അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിന് താഴെ വന്നിട്ട് പറഞ്ഞു, ഈ സ്റ്റോക്ക് വളരെ മോശമാണ്, ഇതിനകത്ത് യാതൊന്നുമില്ല. നമ്മൾ ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ ഒരു സ്റ്റോക്ക് മോശമാണ്, അതുകൊണ്ട് ആരും എൻ്റർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിന്റെ താഴെ നിങ്ങൾ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ മോശമാണ്, നിങ്ങൾ പമ്പ് ആൻഡ് ഡംപിന്റെ ഏജന്റ് ആണെന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് നമുക്ക് മുഴുവനായിട്ടും തുടച്ചു നിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. കാരണം ചരിത്രത്തിലേക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ പുരാതന ഗ്രീസിൽ പോലും അന്നത്തെ കാലത്തെ പുരോഹിതന്മാര്, അതായത് പ്രവചനം നടത്തുന്നവർ, അവര് പല പല രാഷ്ട്രീയക്കാരുടെ അടുത്തു നിന്നും അഴിമതി വാങ്ങിച്ചിട്ട് രാഷ്ട്രീയക്കാരെ അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുന്നതായിട്ട് ഉള്ള ചരിത്രമുണ്ട്. അതുപോലെയുള്ളത് നമ്മൾ പുരാതന കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാക്സ് ഫാമിംഗ് ആണ്. അതായത് നമ്മൾ ബൈബിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുങ്കക്കാരൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു ആളുകളാണ്. ചുങ്കക്കാരൻ എന്ന് പറയുന്നത് ടാക്സ് പിരിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അവരെ ഇത്രയും മാറ്റി നിർത്തുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്ത് ഇൻകം ടാക്സുകാരെയൊന്നും നമ്മൾ മാറ്റി നിർത്താറില്ല, സമൂഹത്തിലെ അധകൃതരായിട്ടോ പാപികളായിട്ടോ കരുതാറില്ല. പക്ഷെ നമ്മൾ ഈ ചുങ്കക്കാരെ അന്നത്തെ കാലത്ത് ഇങ്ങനെ കരുതുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഇവർ വാങ്ങിക്കുന്ന ടാക്സ് മുഴുവനായിട്ടും അതാത് കാലത്തെ റോമൻ എംപയറിലേക്കോ ആർക്കും അടയ്ക്കാറില്ല. ഇവര് വായി തോന്നുന്ന ഒരു ടാക്സ് പറയും, അത് വാങ്ങിക്കും, അതിന്റെ ഒരു പങ്ക് അവരെടുക്കും, ബാക്കിയുള്ളത് മാത്രമേ അവര് സർക്കാരിലേക്കോ അല്ലെങ്കിൽ ചക്രവർത്തിക്കോ അടയ്ക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ടാക്സ് ഫാമിംഗ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഒരു അഴിമതിയുടെ കാലമാണ്. ഇതെല്ലാം പുരാതന കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ കാലത്തെ അദാനി അംബാനിയും വന്ന കാലത്തുള്ള കാര്യമല്ല പറയുന്നത്. പിന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജൂലിയസ് സീസറിന്റെ കഥയാണ് പറയുന്നത്. ജൂലിയസ് സീസറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ വോട്ടേഴ്സിനെ പണം കൊടുത്ത് സ്വാധീനിച്ച കാര്യം, അങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഏണിപ്പണി കയറിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ബൈബിളിൽ തന്നെ പറയുന്നത് ഹെറോദേസ് രാജാവാണ്. ഹെറോദേസ് രാജാവ് ഭീകരമായിട്ട് ഒരു ടാക്സ് ഭീകരതയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നിട്ട് ആ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? അത് എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന്റെ അകത്ത് ഉപയോഗിച്ചതിന്റെ കൂടെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഒഫീഷ്യൽസും നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ കാണുന്ന പോലെ പല ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിന്റെ കൂടെ വാഴ നനയുന്ന കൂട്ടത്തിൽ ചേർ നനയട്ടെ എന്ന് പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഈ ഒരു കറപ്ഷൻ, അഴിമതി എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നു. ഇതെല്ലാം മാറ്റണമെന്ന് കരുതിയിട്ട് പല പല വ്യവസ്ഥിതികളും പല പല നിയമങ്ങളും കൊണ്ടുവന്നിട്ട് പോലും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതി എന്ന് പറയുന്നത് വേശ്യാവൃത്തി പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ടേക്സ് ടു ടു ടാങ്കോ എന്നുള്ള ഒരു കാര്യം പറയാറ്. കാരണം അഴിമതിയോ വേശ്യാവൃത്തിയോ ഈ രണ്ട് സംഭവം നിലനിൽക്കണമെങ്കിൽ രണ്ടുപേരും അവിടെ വേണം. അഴിമതിയുടെ കാര്യത്തിനകത്താണെങ്കിൽ പണം കൊടുക്കാൻ ഒരാൾ വേണം, വേശ്യാവൃത്തിയുടെ കാര്യത്തിനകത്താണെങ്കിൽ കസ്റ്റമേഴ്സ് വേണം. ഈ രണ്ട് കാര്യങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ തന്നെ കറപ്ഷൻ ത്രൈവ്സ് വേർ ഗ്രീഡ് മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. അത്യാഗ്രഹം അവസരത്തെ കണ്ടെത്തുമ്പോഴാണ് ഈ പറഞ്ഞ പോലത്തെ ഒരു കറപ്ഷൻ എന്ന് പറയുന്നത്, അഴിമതി എന്ന് പറയുന്നത് കണ്ടുമുട്ടുന്നത്.
ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ തന്നെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ലഭിക്കേണ്ട സേവനം ഇപ്പോൾ ലഭിക്കുമെങ്കിൽ 99% പേരും ആ 100 രൂപ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. എത്ര പേര് പറയും എനിക്ക് ആ 200 രൂപ കൊടുക്കണ്ട, എനിക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന വഴിക്ക് കിട്ടിയാൽ മതിയെന്ന്? അപ്പോൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അഴിമതിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇരകളായിട്ട് അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ് നിലനിൽക്കുന്നത്. ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ സത്യം അതാണ്. ചെറുതോ വലുതായിട്ടുള്ള അഴിമതികളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒന്നും ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സ്ഥലമോ വീടുകളോ ഒക്കെ വിൽക്കുകയാണെങ്കിൽ 99% പേരും വെറും ഫെയർ വാല്യൂ മാത്രമേ സ്റ്റാമ്പ് പേപ്പറിൽ കാണിക്കാറുള്ളൂ. ആക്ച്വൽ ഡീൽ വാല്യൂ കാണിക്കാറുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ബ്ലാക്ക് മണി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഇതേപോലെ കാണിച്ച് ഇതേപോലെ നടത്താനും വേണ്ടിയിട്ട് ഒറ്റൊരാൾ അവിടെ കണ്ണടക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സബ് രജിസ്ട്രാർക്ക് അറിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥ ഡീൽ ഈ ഫെയർ വാല്യൂ അല്ല എന്നുള്ളത്? അപ്പൊ അദ്ദേഹം കണ്ണടയ്ക്കുന്നു. അതും ഒരു തരത്തിൽ അഴിമതി തന്നെയാണ്. അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് നാട്ടിലെ ഒരു വിപത്താണ്. ഇത് രോഗം പോലെയാണ്. രോഗം ആർക്കും ഇഷ്ടമല്ല, വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല, ഇല്ലാതിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ അത് അവിടെ ഉണ്ടാകും. കാലങ്ങളായിട്ടും ഇത്രയധികം റിസർച്ച് നടത്തിയിട്ടും ഒരു രോഗവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇനിയും ഉണ്ടായിട്ടുമില്ല. അപ്പൊ ഈ അഴിമതി മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ അഴിമതി കുറെ പേരൊക്കെ അല്ലെങ്കിൽ അഴിമതി ഒരു ഭാഗത്ത് നടന്നു പോയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന്. അഴിമതിയെക്കുറിച്ച് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, അഴിമതി നിറഞ്ഞ ഒരു രാജ്യം അവിടെ നിലനിൽക്കും ഏത് കാലം വരെ? ആ രാജ്യത്തിന്റെ റവന്യൂ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നിടത്തോളം കാലം. എന്തുകൊണ്ടാണ്? ആത്യന്തികമായിട്ട് അഴിമതി നടത്തിയിട്ടുള്ള പണം പലപ്പോഴും ആ ഒരു രാജ്യത്തിന്റെ പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബഹിർഗമിക്കുന്ന പണം രാജ്യത്തിന്റെ നഷ്ടമാണ്. നിങ്ങൾ ഇതിനെ എടുത്തു നോക്കുക. പല പല രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ, പല പല ബിസിനസ്സുകാരാകട്ടെ, ഇവരെല്ലാം അഴിമതി നടത്തുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയോ ചെയ്യുന്നവരെല്ലാവരും സ്വന്തം രാജ്യത്തിന്റെ പുറത്തേക്ക് ഈ പണം കടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലോ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഇതേപോലെ അഴിമതി കൊണ്ടുള്ള ആറാട്ട് നടത്തുന്നത്. അവരുടെ എല്ലാവരുടെയും സ്വത്തുക്കൾ US-ലോ യൂറോപ്പിലോ പലയിടത്തുമായിട്ട് അവർ കുന്നുകൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം രാജ്യം, അവരുടെ റവന്യൂ, അവരുടെ ട്രഷറി വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നിടത്തോളം കാലം കുഴപ്പമില്ല. പക്ഷെ റവന്യൂ എപ്പോഴെങ്കിലും കുറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ പുറത്തുപോയ പണത്തിന്റെ വില മനസ്സിലാകും. രാജ്യത്തിന്റെ തകർച്ച അവിടെ തുടങ്ങും. ആത്യന്തികമായി അഴിമതിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെയാണ് നിലനിൽക്കുന്നത്. അഴിമതി ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതി ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷെ കുറയ്ക്കാൻ കഴിയും. കുറെ കാലങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അഴിമതിയൊക്കെ കുറെ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അഴിമതി കുറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാൻസ്പെറൻസി, ഇപ്പം ഡിജിറ്റൈസേഷൻ ഒക്കെ പോലത്തെ നടന്നത് നമുക്കറിയുന്ന പോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാണ് അപ്ലൈ ചെയ്തത്, അതിന്റെ ടാറ്റ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഇത്ര ദിവസത്തിന്റെ അകത്ത് അതിന്റെ ഒരു റെസൊല്യൂഷൻ കിട്ടണമെന്നുള്ളത്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, നമ്മൾ കത്തൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പൊ അത് കാരണം കിട്ടിയ കത്ത് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ നീട്ടി വെക്കാം, ഫയൽ വേണമെങ്കിൽ അപ്പുറത്ത് എടുത്തു വെക്കാം എന്നൊക്കെ പറയുന്ന നടക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡിജിറ്റൈസേഷൻ വന്നപ്പം അത് നടക്കില്ല. പക്ഷെ എങ്കിൽ പോലും അവിടെ അഴിമതിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അഴിമതി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള സത്യം അവിടെ നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷനും അവയർനെസ്സും ആണ്. അതായത് ഇങ്ങനത്തെ അഴിമതി, ഇതൊക്കെ അഴിമതിയാണ്, കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്. കൂടാതെ അഴിമതി നടന്നാൽ തന്നെ എവിടെയൊക്കെ നിങ്ങൾക്ക് പരാതി കൊടുക്കാമെന്നുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം അത് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആണ്. അതായത് നമ്മുടെ വിജിലൻസ് ഒക്കെ പോലെയുള്ളത്. ഇതൊക്കെ സത്യമാണ്, പക്ഷേ എങ്കിൽ പോലും വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. വിജിലൻസ് ഓഫീസറെ തന്നെ അഴിമതിക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ പിടിച്ച എത്രയോ കേസുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നു. അപ്പോൾ ആത്യന്തികമായി പറഞ്ഞു വന്നത്, ഒരിക്കലും ആരും ലോകത്തുള്ള ആരും അഴിമതിയെ ന്യായീകരിക്കുകയോ അഴിമതി വേണമെന്ന് ആഗ്രഹിക്കുകയില്ല. പക്ഷെ അത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വിപത്താണ്, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിപത്ത്. ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഒരു അഴിമതിക്കെങ്കിലും കൂട്ടുനിൽക്കാത്തതോ ഭാഗഭാക്കാകാത്തതോ ആയിട്ടുള്ള ഒരാളും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുമെന്ന് കരുതുകയ്യ. അതുകൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ഫോക്കസ് ഒരിടത്തുനിന്ന് മാറി മറ്റിടത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഉട്ടോപ്യൻ സോഷ്യലിസത്തിന്റെ കഥ പറയുന്ന പോലെയാണ്. കേട്ടിരിക്കാൻ വളരെ നല്ലതാണ്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, പ്രായോഗികമാക്കാൻ പലപ്പോഴും നടക്കാത്ത ഒരു കാര്യമാണ് അഴിമതി രഹിത രാജ്യം അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. ഉട്ടോപ്യൻ സോഷ്യലിസം പോലെ തന്നെ കേട്ടിരിക്കാൻ രസമാണ്, നല്ലതാണ്, പക്ഷെ പ്രായോഗികമാക്കൽ നടക്കാത്ത കാര്യമാണ്. ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.